നമുക്ക് ദേശീയ തലത്തിലേക്കൊന്ന് പോകാം അല്ലെ. മഹാരാഷ്ട്രയെക്കുറിച്ചും ജാർഖണ്ഡിനെ കുറിച്ചും നമ്മൾ നേരത്തെ ഒന്ന് ബ്രീഫ് ചെയ്തു. രാവിലെ വസന്തേട്ടൻ കാര്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഓരോ ഇഞ്ച് സ്ഥലത്തും എന്താണ് നടക്കുന്നത് എന്ന് അത്ര വ്യക്തമായി സുവ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. നമുക്ക് പോയാലോ? തീർച്ചയായിട്ടും. എന്താണ് ദേശീയ തലത്തിൽ മഹാരാഷ്ട്രയും ജാർഖണ്ഡും കാത്തുവച്ചിരിക്കുന്നത് എന്താണ് എന്ന് അറിയാനുള്ള മണിക്കൂർ കൂടിയാണ് വരുന്നത്. ഇനി ഏതാണ്ട് 40 മിനിറ്റിന്റെ സമയമേ ഉള്ളൂ. ഈ ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, മഹാരാഷ്ട്രയിലായാലും ജാർഖണ്ഡിലായാലും NDA പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ സമീപകാലത്തൊന്നും എക്സിറ്റ് പോളുകൾ ശരിയായിട്ടില്ല എന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടോ? പ്രത്യേകിച്ച് രണ്ടിടത്തെയും MLA-മാരെ സംസ്ഥാനങ്ങൾക്ക് പുറത്തേക്ക് കുതിരക്കച്ചവടം പേടിച്ച് മാറ്റാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് വലിയ കോൺഫിഡൻസിൽ തന്നെയാണ് എന്നാണോ? മഹാരാഷ്ട്ര ഇപ്പോഴും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് വെച്ചാൽ വളരെ ശക്തമായ മത്സരം തന്നെയാണ് അവിടെ നടന്നത്. പക്ഷേ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. അതായത് മഹായുതി സർക്കാർ പരാജയപ്പെടും എന്നുള്ളൊരു തലത്തിൽ നിന്നും മാറി മഹായുതി സർക്കാർ ജയിച്ചേക്കും എന്നുള്ളൊരു സൂചനയാണ് എക്സിറ്റ് പോൾ നൽകുന്നത്. അതായത് NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യത ഇവർ ചൂണ്ടിക്കാണിച്ചു. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി നമ്മൾ നോക്കേണ്ടത്. അതായത് ഈ വിവിധ പാർട്ടികളെ പിളർത്തി ഒരു സർക്കാർ തട്ടിക്കൂട്ടുമ്പോൾ അത് ജനവികാരം എതിരായിരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കുറേ സാമ്പത്തിക പദ്ധതികളുണ്ട്, അതായത് നേരിട്ട് പണം നൽകുന്ന പദ്ധതികൾ. അതിൻ്റെ കൂട്ടത്തിലാണ് ലഡ്കി ബഹന എന്ന് പറയുന്ന തരത്തിലുള്ള മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ BJP പരീക്ഷിച്ച് വിജയിച്ച പദ്ധതി മഹാരാഷ്ട്രയിൽ BJP സർക്കാർ റിപ്ലിക്കേറ്റ് ചെയ്തതാണ്. 3000 രൂപയോളം തന്നെ വീടുകളിൽ എത്തിക്കുന്ന സ്ത്രീകളുടെ കയ്യിൽ കിട്ടുന്ന ഒരു വനിതയ്ക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ്. അത് ഒരു 3 പെൺകുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ, അമ്മയും 2 പെൺമക്കളും ഒക്കെ വീട്ടിലാണെങ്കിൽ ഒരു 10,000 രൂപ നേരിട്ടെത്തുന്ന ഒരു പദ്ധതിയാണിത്. ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനൊക്കെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6% വോട്ടിൻ്റെ വർധന ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. ഈ വോട്ട് എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ദേവേന്ദ്ര ഫഡ്നവിസ് പറഞ്ഞത് BJPക്ക് എപ്പോഴും അനുകൂലമാണ് കൂടിയ പോളിംഗ് നില, അല്ലെങ്കിൽ വോട്ടുകൾ വർദ്ധിച്ചിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വോട്ടുകൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ധ്രുവീകരണത്തിന് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം വഴിവെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മണ്ഡലങ്ങൾ വളരെ നിർണായകമായി BJP അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിനിൽ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ട 2 മണ്ഡലങ്ങൾ മുൻനിർത്തിയുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ BJP നടത്തിയിരുന്നത്. വളരെ സജീവമായി RSSൻ്റെ കാഡറുകൾ ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ ഇറങ്ങി നടത്തിയിട്ടുള്ള ഒരു പ്രചരണത്തിൽ ഏറ്റവും സുപ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഈ 2 മണ്ഡലങ്ങളാണ്. ഒന്ന് ധൂലെയും ഒന്ന് മുംബൈ സെൻട്രലും. BJP പരാജയപ്പെട്ടിരുന്നു. അത് ഒരു നിയമസഭാ, ഈ 6 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് മാത്രമാണ് ഈ 2ഇടത്തും BJP സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏക് ഹേ തോ സേഫ് ഹേ എന്നുള്ള വലിയ മുദ്രാവാക്യം ഉയർത്തിയത്. അപ്പോൾ ഈ 6% വോട്ട് എന്ത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഇപ്പോഴും കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ആക്സിസ് മൈ ഇന്ത്യ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട സർവേ പ്രകാരമാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടൊഴിച്ച് ബാക്കി എല്ലാ വിഭാഗങ്ങളുടെ വോട്ട് BJPക്ക് ലഭിച്ചിരിക്കുന്നു. മറാഠ വോട്ടുകൾ അടക്കം. മറാഠ സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം BJP സർക്കാരിനെതിരായി വരും എന്നുള്ളൊരു വലിയ പ്രതീതി വന്നപ്പോൾ അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങളെ ഒന്നിച്ച് നിർത്താൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന B. ബാലഗോപാൽ കൂടി നമ്മളോടൊപ്പം ചേർന്നത്. ബാലു, കഴിഞ്ഞ തവണ ഇപ്പോൾ ജാർഖണ്ഡിലാണെങ്കിൽ 47-ൽ 25 ജയം സ്വന്തമാക്കിയത് ആദിവാസി മേഖലയിൽ നിന്നാണ്, പട്ടികജാതി വിഭാഗ മേഖലകളിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു ഇളക്കം തട്ടിയിട്ടില്ല, ഭരണവിരുദ്ധ വികാരം കൃത്യമായി ഇല്ല എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കളം ചാടിയ രാഷ്ട്രീയ നേതാക്കളും ഏറെയാണ്. എന്താണ് ജാർഖണ്ഡിന്റെ ഒരു വിധി സംബന്ധിച്ച നമുക്ക് കിട്ടുന്ന വിശകലനം? മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദിവാസി മേഖലകളിലുള്ള സീറ്റുകൾ, അതായത് ട്രൈബൽ സീറ്റുകൾ ഇത്തവണ ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 81 അംഗ നിയമസഭയിൽ ഏതാണ്ട് 50-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ NDA സഖ്യവും ഒക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ട്രൈബൽ സീറ്റുകൾ, അതായത് ട്രൈബൽ മേഖലയിലെ സീറ്റുകളുടെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പറയുന്നത്. പരമ്പരാഗതമായി JMMന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ ട്രൈബൽ സീറ്റുകൾ. പക്ഷേ ഇത്തവണ അവിടെ മാറ്റമുണ്ടാകുമെന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. ആ അവകാശം എത്രത്തോളം യാഥാർത്ഥ്യത്തിലേക്ക് എത്തും എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ
വോട്ട് എണ്ണുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് മുന്നണികളും ഈ ശക്തമായ ആത്മവിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുമ്പോഴും ഒരു ഹങ് അസംബ്ലിയിലേക്ക് ജാർഖണ്ഡ് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പോസ്റ്റ് പോൾ അലയൻസ് എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. NDAയിലെ ചില കക്ഷികളെയും സ്വതന്ത്രരെയും ഒക്കെ അടർത്തി മാറ്റുവാൻ വേണ്ടി ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ JMMൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മറിച്ചുള്ള ശ്രമങ്ങൾ NDAയുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോയേക്കുമെന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇപ്പോൾ പറയുന്നത്. ഈ എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJPക്ക് അനുകൂലമായ എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ആക്സിസ് മൈ ഇന്ത്യ ഈ കോൺഗ്രസിന് അനുകൂലം, അതായത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു ഫലമാണ് പ്രവചിച്ചിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഏറ്റവും അധികം വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ജാർഖണ്ഡിൽ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 6% വർധനവാണ് കഴിഞ്ഞ തവണത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ പോളിംഗ് ശതമാനത്തിലെ വർധനവ് ഏത് പാർട്ടിക്കായിരിക്കും അനുകൂലമാകുക എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വളരെ സുപ്രധാനമാണ്, നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രൈബൽ സീറ്റുകളിലേക്ക് ഉണ്ടായേക്കാവുന്നുള്ള ഈ സ്വിംഗ് അത് നിലനിർത്താൻ വേണ്ടി അപമാനിച്ച് പുറത്തേക്ക് വിട്ട് നടക്കുമ്പോൾ ആരോപണം എങ്ങനെ പ്രതിഫലിക്കും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ഫലവും നമുക്ക് വ്യക്തമാക്കി തരേണ്ടതുണ്ട്.